വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണെങ്കിൽ മൈനിങ് ഏരിയ നമ്മൾ നേരത്തെ അത് തന്നെ പോയായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ 1.20 അപ്ഗ്രേഡ് ചെയ്തിട്ട് 21 അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോഴാണത് അപ്ഗ്രേഡ് ആയത്. അതുകൊണ്ട് സെറ്റിങ്സ് എല്ലാം മാറി കിടക്കുക. പിന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാനാണെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുള്ള സെറ്റിങ്സ് എല്ലാം മാറിക്കിടന്നു ഗൈസ്. അതുകൊണ്ട് പക്ഷെ ഞാൻ മാറ്റിയില്ല. ഞാനാണ് എന്തോ തുറന്നാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഞാനൊരു അന്ന് കണ്ടുപിടിച്ച അവിടെ ഞാൻ ഒരു സോംബി സ്പോണർ കണ്ടുപിടിച്ചു. ഞാൻ കാണിച്ചു തരാം. അതെല്ലാം ഞാൻ മേളിലോട്ട് പണിയിൽ മേളിലോട്ട് പോയതായിരുന്നു ഗൈസ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ഒരു കേവ് കണ്ടുപിടിച്ചു ഗൈസ്. ആ സെറ്റിങ്സ് മാറി കിടക്കുന്നതുകൊണ്ട് ഇത് ഞാൻ എത്ര വട്ടം ഹാർഡിലിട്ടാലും ഇത് പീസ്ഫുള്ളിലോട്ട് പോവാണ്. അതുകൊണ്ട് സോംബി ഒന്നും സ്പോണാകത്തില്ല. ഞാൻ സെറ്റിങ്സൊക്കെ മാറ്റും. സോംബി സ്പോണർ ആക്കുമ്പോൾ സെറ്റിങ്സ് കുറേ മാറ്റണം. താഴെ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ്. അന്നാണെങ്കിൽ കുറേ സോംബിനെ കൊന്നില്ലേ, എനിക്ക് തോന്നിയായിരുന്നു സ്പോണറാണ്. പക്ഷേ സ്പോണറായിരുന്നു. അതുകൊണ്ട് ഇവിടെ 2 ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല, നിങ്ങളെ കാണിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. മ്യൂസിക് ഡിസ്ക് ഉണ്ട് ഗൈസ്. പിന്നെ പൊട്ടറ്റോ ഇവിടെ വെച്ചിട്ട് ഇതെടുക്കാം. പിന്നെ കുറേ 4 അയൺ കിട്ടി. ഇത് നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് അടുത്ത ചെസ്റ്റിൽ ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ഇത് കണ്ടപ്പോഴാണ് നിങ്ങളെ കാണിച്ചിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് ഗൈസ്. നമുക്കിനി പട്ടീനെ ടൈം ചെയ്യാം. 8 പോൺ കിട്ടി ഗൈസ്. അതുപോലെ നമുക്ക് ഇത് കിട്ടിയായിരുന്നു, ഗൺ പൗഡർ. ഞാൻ നേരത്തെ എടുത്ത് വെച്ചു ഗൈസ്. സോറി, ഞാൻ കാണിച്ചില്ല. നമുക്ക് ഗോൾഡ് കിട്ടി. പക്ഷേ നമുക്ക് ഈ ആർമർ വന്നപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റേ താടിലും കൂടെ തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഗൈസ്. ഈസി ആയിരുന്നു തന്നെ ഗൈസ്. 8 എണ്ണം കിട്ടി ഗൈസ്. നമുക്കിത് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഇത് കിട്ടി. ഇതെടുത്ത് ഇവിടെ വെക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്, ഇവിടെ വെക്കാം. കോള് ഞാനിപ്പോൾ എൻ്റെ തന്നെ അടുത്ത് വെച്ചാണ് വെച്ചത്. സ്ട്രിങ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ആവശ്യമില്ല അത്ര. നമുക്ക് ഇതെടുക്കണം കേട്ടോ. രണ്ട് കോളുണ്ട്, എടുക്കാം. ഇതുണ്ട് ഗൈസ്. ഇതിപ്പോൾ എവിടെ വെക്കും? നമുക്ക് സ്പേസ് ഇല്ല ഗൈസ് ഒന്നും വെക്കാൻ. ഇവിടെ വെക്കാം. ബ്രെഡുണ്ട് ഗൈസ്. ബ്രെഡ് ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടുണ്ടെങ്കിൽ അത് പീസ്ഫുള്ളി സെറ്റിങ്സ് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്കെൽറ്റനൊന്നും വരത്തില്ല. കുറേ എന്തായാലും ഒരു ദിവസമൊക്കെ എടുക്കും ഗൈസ് നമ്മൾ സെറ്റിങ്സൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ സെറ്റിങ്സ് ഒന്നും മാറ്റാൻ നേരെ വീഡിയോ ഇട്ടത് ഗൈസ്. ഇതൊക്കെ ഞാൻ കണ്ടേ. ഇവിടെ ഒരു അയൺ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തത് ഗൈസ്. ചെസ്റ്റ് നമുക്ക് എടുക്കണം. ഞാൻ മറന്നു ഗൈസ്. നമുക്ക് പോകുന്ന വഴിക്ക് എടുക്കാം.
ഇത് നമുക്കിപ്പം ഇതല്ല, ഇത് അത്ര ആവശ്യമില്ല. റെസ്റ്റോൺ എടുക്കാം. റെസ്റ്റോൺ ഭയങ്കര ആവശ്യമുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ കമൻറ്റിൻ്റെ അത് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഗൈസ്. കമൻറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞല്ലോ ഗൈസ്, ഞാനിത് കണ്ടില്ലായിരുന്നു ഗൈസ്. സത്യം കൈകൊണ്ട് ഓർമ്മ ഉള്ളോ ഗൈസ്? ഒരു ലക്കില്ല ഗൈസ്, നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. രണ്ടെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്പൂണായി പോകുന്നതിന് മുമ്പേ പെട്ടെന്ന് എടുക്കണം ഗൈസ്. അത് പോവും. രണ്ടെണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചവറാണ് ഗൈസ് നമ്മുടെ തട്ടയൊന്നുമില്ല. പിന്നെ ചവർ ഡിസ്കൊക്കെ ഈ സേവൻ ഇത്രേ ഉള്ളൂ. ഇവിടൊക്കെ നമുക്ക് കുഴിച്ച് നോക്കാം ഗൈസ്. ഡയമണ്ടിൻ്റെ അടുത്ത് കുഴിച്ച് കഴിഞ്ഞാൽ വേറെ ഡയമണ്ട് കാണും ചിലപ്പോൾ. നോക്കാം ഗൈസ്, എനിക്ക് ലക്കുണ്ടാകും. കുഴപ്പമില്ല ഗൈസ്. ഇവിടെ വേറെ കേവ് ഉണ്ട് ഗൈസ്. ഞാൻ എന്തോ കണ്ട് കേവാണ്. അല്ല കേവല്ല, ഇവിടെയും കേവല്ല, ചുമ്മാ കിടക്കുവാണ് ഗൈസ്. കേവാണ്. എന്തുവാ ആകെ പിന്നെ പോകുന്നത് ഷാഫ്റ്റാണ് തോന്നുന്നു. നമ്മുടെ ഈ വീഡിയോ അത്ര വലുതല്ല, കുറച്ച് നമ്മൾ മൈനിങ് മാത്രമേ ഉള്ളൂ. കുറേ നാൾ നിങ്ങൾക്കൊരു ഡിഫറൻസ് തോന്നിക്കാണില്ലേ? സാധാരണ മൈൻക്രാഫ്റ്റ് ഇവിടുന്ന് യൂട്യൂബേഴ്സൊക്കെ ആദ്യം തന്നെ അയണൊക്കെ എടുത്ത് ആദ്യം തന്നെ ഒരു ടൂൾസും ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഞാനാണെങ്കിൽ മൈനിങ്ങിനൊന്നും പോയിട്ടില്ല, ചില സമയത്ത് മാത്രമേ പോയിട്ടുള്ളൂ. അടുത്ത മൈനിങ്ങിനുള്ള സ്ഥലം കാണിച്ചാണ്. ഇവിടെ കുറേ നമ്മളവിടെ കണ്ടില്ല പഠിക്കുന്നത്. അതിന് വേറെ സ്ഥലത്ത് വേറൊരു കേവുണ്ട്. അതും അവിടെ ഇരിക്കുന്ന കേവ് ഒന്ന് ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു തോന്നുന്നതാണ്. എന്ത് നമ്മളിപ്പോൾ കണ്ട അത് അയണല്ലേ? യെസ്, ഇപ്പോൾ ഈ ധൈര്യത്തിന് ഇതെടുത്തോണ്ട് വന്ന ആദ്യം എനിക്ക് കുറച്ച് കിട്ടിയാണ്. നമ്മുടെ ഇൻവെൻറ്ററി ഫുള്ള് ക്ലീൻ ചെയ്യണമായിരുന്നു. നമ്മൾ മണ്ടത്തരം കാണിച്ചു. ഇത് കളയൂ. ഓ കൈസ് റെഡ് ഓർമ്മല്ലോ കളഞ്ഞേക്കാം. ഇവർ ഫുഡാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ ഫുള്ള് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഫുള്ള് അയൺ ആർമറാണ്. നടന്നില്ല. അപ്പോൾ കുറച്ച് നമുക്ക് മേലിലോട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ലാഗാക്കണ്ട നിങ്ങളെ കാണിച്ചത്. ഒറ്റക്ക് ഇതൊക്കെ എടുത്തിട്ട് മേലോട്ട് പോകണം.
ഇവിടെ വെച്ച് തന്നെ ഈ വീഡിയോ നിർത്തുവാണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോയിലോട്ട് ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.